ആണ്ടുവട്ടത്തിലെ 2-ാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ വിവാഹ വിരുന്നുകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കാഴ്ചകളിൽ നിന്നും ഉൾക്കാഴ്ചകളിലേക്കും പൊരുളുകളിൽ നിന്നും ഉൾപ്പൊരുളുകളുടെ വിരുന്നുകളിലേക്കും പരിശുദ്ധ മറിയത്തിലൂടെ യേശുവിലേക്ക് എത്തുവാൻ കാനായിലെ വിവാഹ വിരുന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. ഒരു പുതുയുഗ പ്രവയുടെ പ്രതീക്ഷയുടെയും രാവായി 3-ാം ദിനത്തിലെ കാനായിലെ വിവാഹ വിരുന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്തു നിന്നും ദൈവിക പദ്ധതിയുടെ പുതുയുഗ പിറവി എടുക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2-ാം അധ്യായം 1-ാം വാക്യം, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, മറിയം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ സാന്നിധ്യവും യേശു കൂടെ വരുമെന്നും ഉറപ്പ് നൽകുന്ന ഒരു വചനഭാഗം കൂടിയാണ് ഇത്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ കുറവുകളുടെ മുന്നിലേക്ക് കൂടെ ഉണ്ടായിരിക്കേണ്ടവരെ ക്ഷണിച്ച് കൂടെ നിർത്തുക എന്നത് വലിയൊരു ആശ്വാസവും പ്രത്യാശയുടെ വെളിച്ചവുമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണമെന്ന് പറയുന്നത്, യേശുവിൻ്റെ ചലനങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ഭൗതിക കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധാലുവാകുന്നതിൻ്റെ ഒരു നേർരേഖ ചിത്രം വരയ്ക്കാൻ ഈ കാനായിലെ വിവാഹ വിരുന്ന് നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹ ചടങ്ങുകളിൽ പോകുന്നവരല്ലേ നമ്മളെല്ലാവരും. പോകുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്ന് നോക്കി കാണുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും നെട്ടോട്ടങ്ങളുടെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ മറിയം കണ്ടിരുന്നു. അതിന് കാഴ്ചക്കാരിയായിട്ട് നിൽക്കുവാനല്ല, കാഴ്ചപ്പാടുകളിൽ നിന്നും അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മറിയം തൽപരയായിരുന്നു. വിവാഹ വിരുന്നിൽ വിരുന്നുകാരിയായി കടന്നു വന്ന മറിയം വിളമ്പുകാരിയായി മാറുന്നത് നമുക്കോരോരുത്തർക്കും ഉത്തമ മാതൃകയും വിവാഹ വിരുന്നുകളിലേക്ക് നാം എപ്രകാരമാണ് മാറേണ്ടതെന്നും മറിയം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയുമാണ്. 2 ചിന്തകളാണ് പങ്കുവയ്ക്കുവാനുള്ളത്. ഒന്ന്, കൂടെയുള്ളവൻ്റെ ഹൃദയത്തുടിപ്പ് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തുടിപ്പുകളും നൊമ്പരങ്ങളും വേദനകളും കുറവുകളുമൊക്കെ മറിയത്തിന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതാണ് ഒരു അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നത്, അവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ കുടുംബത്തിൻ്റെ അപമാനഭാരം, പരിഹാസം, ഒറ്റപ്പെട്ടു പോകുമെന്ന ദുരന്ത അവസ്ഥകൾ, നൊമ്പരങ്ങളുടെ കൂട്ടങ്ങളുടെ ഇടയിൽ ഇവയുടെയൊക്കെ ഹൃദയത്തുടിപ്പുകൾ കൂടെയുള്ള കുടുംബത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ മറിയം കൂടെയായിരിക്കുകയാണ്. അവരുടെ അവസ്ഥകളെ അപ്പാടെ ഒപ്പിയെടുത്ത് പറയേണ്ടവൻ്റെ അടുത്തേക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ അടുത്തേക്ക് മറിയം പോകുകയാണ് ചെയ്യുന്നത്. ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഉച്ചരിക്കുന്നുള്ളൂ, അവർക്ക് വീഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും തീർന്നു പോകുന്ന വീഞ്ഞുകളുടെ കലവറകളിലേക്ക് മറിയത്തെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മളും വിവാഹ വിരുന്നുകളിലേക്ക് കടന്നു പോകാറുണ്ട്. നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും ആ വിരുന്നുശാലയിലെ കുറവുകളിലേക്കല്ലേ നോക്കാറുള്ളത്. പെണ്ണിന് സൗന്ദര്യം കുറവാണ്, പെണ്ണിന് ആഭരണങ്ങൾ മുക്കുപണ്ടമാണ്, പയ്യനെ കൊള്ളില്ല, അവന് ചേർന്നതല്ല പെണ്ണ്,
ഭക്ഷണത്തിൻ്റെ കുറവുകളും വിളമ്പിപ്പറയുന്നവരും ഏറെയുണ്ട്. കൂടിപ്പോയി, അല്ലെങ്കിൽ ബിരിയാണി കൊള്ളില്ല, ചോറ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികളുടെ പരിഭവങ്ങളുടെയൊക്കെ കുറ്റം പറച്ചിലുകൾ ആ കുടുംബത്തെ എന്തുമാത്രം വേദനയിലാഴ്ത്തുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ? നമുക്കും ഇനിയുള്ള വിവാഹ വിരുന്നുകളിൽ മറിയത്തെപ്പോലെ വിരുന്നുകാരിയായി പോകാതെ വിളമ്പുകാരിയായി സ്നേഹത്തിൻ്റെയും കരുണയുടെയും വക്താക്കളായി നമുക്കും മാറാൻ പരിശ്രമിക്കാം. രണ്ടാമതായി, കൂടെയുള്ള ഉടയവനായ ക്രിസ്തുവിൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയം. മകന് അത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെന്ന ഉറപ്പിൻ്റെ വെളിച്ചത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ മറിയം പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. അതെ, മറിയത്തിന് അറിയാമായിരുന്നു തൻ്റെ പുത്രൻ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുവാനായിട്ട് കടന്നു വന്നവനാണെന്ന്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ആ കുറവുകളൊക്കെ മാറ്റുവാനായിട്ട് അവൻ ഒഴിഞ്ഞ കലവറകളിലേക്ക് വെള്ളം വീഞ്ഞാക്കി മാറ്റുവാനായിട്ട് തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മളും ക്രിസ്തുവാകുന്ന ഉടയവൻ്റെ കരുത്ത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഇന്ന് ഒഴിഞ്ഞ കൽഭരണികൾ പോലെ ഒഴിഞ്ഞു നിൽക്കുകയല്ലേ ചെയ്യുന്നത്? ജീവൻ്റെ ജലം നിറയ്ക്കുവാനായിട്ട്, അവന് മധുരമുള്ള വീഞ്ഞായി മാറുവാനായിട്ട് നമ്മളും നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ക്രിസ്തു അത് രുചി പകരുന്ന വീഞ്ഞാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ വിവാഹ വിരുന്നുകളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് മറിയം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയായിരുന്നു. നമുക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കുറ്റങ്ങളും കുറവുകളും തിരയുന്ന മനുഷ്യരാകാതെ ആ കുറവുകളെ എപ്രകാരമാണ് എനിക്ക് നിറവുകളാക്കി മാറ്റാൻ സാധിക്കുമെന്ന അറിവിലേക്കും തിരിച്ചറിവിലേക്കും ഞാനും നിങ്ങളും വളരേണ്ടിയിരിക്കുന്നു. അവരൻ്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാനായിട്ട്, അവരൻ്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കുവാനായിട്ട്, അവരനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾക്കും അർത്ഥപൂർണത ലഭിക്കുക. ഓരോ കുടുംബത്തിലും സന്തോഷം പകരുന്നവരായി മാറുക. ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾക്ക് കൂടുതൽ ആഴമുണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് വിവാഹ വിരുന്നുകളിലേക്ക് മറിയത്തോടൊപ്പം നമുക്കും യാത്രയാകാം. അങ്ങനെ ഓരോ വിവാഹ വിരുന്നുകളും നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെയും കൃപകളുടെയും നിമിഷങ്ങളായി മാറട്ടെ. മറിയത്തോടൊപ്പം നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന അനുഭവങ്ങളാക്കി മാറ്റാം. ഓർക്കുക, നമ്മുടെ ഓരോ ആഘോഷങ്ങളിലും, ഏറെ പ്രത്യേകിച്ച് വിവാഹ വിരുന്നുകളിലേക്കും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളിലേക്കും മക്കളുടെ വിവാഹ ജീവിത അന്തസ്സിലേക്കും ആദ്യം ക്ഷണിക്കേണ്ടത് യേശുവിനെയും മറിയത്തെയുമാണെന്ന് മറക്കരുത്.